الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له اللهم لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك اللهم لا نحصي ثناء عليك أنت كما أثنيت على نفسك ولك الحمد حتى ترضى اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أيها الناس أوصيكم عباد الله بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اذكروا نعمة الله عليكم إذ هم قوم أن يبسطوا إليكم أيديهم فكف أيديهم عنكم واتقوا الله وعلى الله فليتوكل المؤمنون صدق الله العلي العظيم. ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ടും ഭയന്നുകൊണ്ടും അവൻ്റെ കൽപ്പനകൾ പാലിച്ചുകൊണ്ടും ജീവിക്കണമെന്ന് ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിം ഉമ്മത്തിന് മദീനയിൽ ഏത് രൂപത്തിലാണ് ശിക്ഷണങ്ങൾ നൽകി വളർത്തിക്കൊണ്ടുവന്നത് എന്ന കാര്യത്തെ സംബന്ധിച്ചാണ് കഴിഞ്ഞ ആഴ്ച നാം വിശദീകരിച്ചത്. മദീനയിലെ അനുകൂലമായ സാഹചര്യം പ്രയോജനപ്പെടുത്തി ഇസ്ലാമിൻ്റെ ദഅവത്ത്, പ്രബോധനം, ആ കർമ്മം നിർവഹിക്കുന്നതോടൊപ്പം തന്നെ തൻ്റെ അനുയായികളെ ഇസ്ലാമികമായി വളർത്തി ശിക്ഷണങ്ങൾ നൽകി അവരൊരു യഥാർത്ഥ സത്യവിശ്വാസി ആക്കി തീർക്കുക എന്ന ദൗത്യവും ബാധ്യതയും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ശ്രദ്ധയോടെ നിർവഹിച്ച് കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. നമസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ് പോലെയുള്ള അടിസ്ഥാനപരമായ ഇബാദത്തുകൾ ക്രമേണയായി അവരിൽ നടപ്പാക്കി അവരുടെ സ്വഭാവചര്യകളിൽ വരുത്തേണ്ട മാറ്റങ്ങളെ സംബന്ധിച്ച്, അതിനെ ഇസ്ലാമികമാക്കേണ്ട ആവശ്യകതയെ സംബന്ധിച്ച്, അതിൽ എന്തെല്ലാം പരിഷ്കരണങ്ങൾ വേണം എന്നീ കാര്യങ്ങളെ സംബന്ധിച്ച് അവരെ പഠിപ്പിച്ചു. അവർക്കിടയിൽ നടന്നു വരുന്ന സാമൂഹികമായ ദൂഷ്യങ്ങൾ എന്തെല്ലാമാണ് എന്നും അത് ദൂരീകരിക്കേണ്ടത് എത്രത്തോളം ആവശ്യമാണ് എന്നും അവരെ ബോധവൽക്കരിച്ചു. സാമ്പത്തികമായ രംഗത്ത് അവർ ശ്രദ്ധിക്കേണ്ട മൂല്യങ്ങളെ സംബന്ധിച്ചും തത്വങ്ങളെ സംബന്ധിച്ചും പഠിപ്പിക്കുകയും പലിശ, ചൂതാട്ടം പോലെയുള്ള ചൂഷണോപാധികളിൽ നിന്ന് മാറി നിന്ന് അനുവദനീയമേത്, ഹലാലേത്, ഹറാമേത് എന്നീ കാര്യങ്ങൾ അവരെ മനസ്സിലാക്കിക്കൊടുത്ത് അത്തരത്തിലുള്ള എല്ലാ ന്യൂനതകളിൽ നിന്നും വൈകല്യങ്ങളിൽ നിന്നും അവരെ മോചിപ്പിച്ചു. അതുപോലെ ഒരു സമൂഹം എന്നുള്ള രൂപത്തിൽ അവർ ജീവിക്കുമ്പോൾ അവർക്കിടയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾക്ക് എങ്ങനെ തീർപ്പുകളും പരിഹാരങ്ങളും വേണം, ഈ കാര്യങ്ങളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരിൽ നടപ്പാക്കി. അവരുടെ കുറ്റകൃത്യങ്ങളെയും അവർ ചെയ്യുന്ന മറ്റു തരത്തിലുള്ള സാമൂഹികമായ ദ്രോഹങ്ങളെയും ഏത് രൂപത്തിലാണ് കൈകാര്യം ചെയ്യേണ്ടത്, എങ്ങനെയാണ് ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്യുന്ന ആളുകളെ ശിക്ഷിക്കേണ്ടത്, ഈ രൂപത്തിലുള്ള ശിക്ഷാ നടപടിക്രമങ്ങളും റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നടപ്പാക്കി. അങ്ങനെ മനുഷ്യ സമൂഹത്തിൻ്റെ വിവിധ തലങ്ങളിലുള്ള എല്ലാ പ്രശ്നങ്ങളെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈകാര്യം ചെയ്യുകയും ആ രംഗത്തെല്ലാം ഒരു യഥാർത്ഥ ഇസ്ലാമിക സമൂഹം
എങ്ങനെയായിരിക്കണം എന്ന് പഠിപ്പിക്കുകയും അത് നടപ്പാക്കി കാണിക്കുകയും ചെയ്തതാണ് ഒരു വശത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ മൊത്തത്തിൽ പറഞ്ഞാൽ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിനെ സംബന്ധിച്ചുള്ള പ്രബോധന പ്രവർത്തനങ്ങളിൽ മുഴുകിയിരിക്കെ തന്നെ തന്റെ അനുയായികളെ ഇങ്ങനെയാണ് ഒരു യഥാർത്ഥ ഇസ്ലാമിക സമൂഹമായി പരിവർത്തിപ്പിക്കുക, ആ കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും അങ്ങനെയുള്ള ഒരു മാതൃകാ സമൂഹത്തെ നിർമ്മിച്ച് കാണിക്കുകയും ചെയ്തു. അത് ഒരു വശത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരിഷ്കരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായിരുന്നു. ആ രൂപത്തിലുള്ള ഉത്തരവാദിത്വം തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭംഗിയായി നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്യുന്നു. നാം മനസ്സിലാക്കിയതുപോലെ മദീനയിലെ ഏറ്റവും സുപ്രധാനമായ ഒരു മതവിഭാഗമാണ് ജൂതന്മാർ. ഈ ജൂതന്മാരുമായി നല്ല ബന്ധം ഉണ്ടാക്കിയെടുക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ ആഗ്രഹിക്കുകയും അതിനാവശ്യമായ നടപടിക്രമങ്ങൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കാര്യങ്ങളിലേക്ക് വെളിച്ചം വീശി ചില വസ്തുതകൾ നമ്മൾ പരാമർശിക്കുകയും വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അവരുമായി ഒരു സൗഹൃദ കരാറിൽ ഒപ്പിട്ട് ആ സൗഹൃദ കരാറിന്റെ അടിസ്ഥാനത്തിൽ ഒന്നിച്ച് ഒരു പരസ്പര സ്നേഹത്തോടുകൂടിയും നല്ല ബന്ധത്തോടുകൂടിയും മുന്നോട്ട് പോകാമെന്നും സഹകരിച്ചുകൊണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സഹായിച്ചുകൊണ്ടും ആയിരിക്കണം പോവേണ്ടത് എന്നും ഓരോരുത്തർക്കും അവരവരുടെ മതവിശ്വാസമനുസരിച്ചും അവരവരുടെ നടപടിക്രമങ്ങൾ അനുസരിച്ചും ജീവിക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കുമെന്നും ആരും മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടുകയില്ല എന്നും റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുമായിട്ട് നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു. അതിനെ സംബന്ധിച്ചാണ് നേരത്തെ നമ്മളൊരു ഖുതുബയിൽ വളരെ വിശദമായി പ്രതിപാദിച്ചത്. അപ്പോ അന്തരീക്ഷത്തെ സൗഹൃദത്തിന്റെയും ഒരു സാഹോദര്യത്തിന്റെയും ഒക്കെ ഒരു ഘടനയിലേക്ക് കൊണ്ടുവന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഭയപ്പെടാനില്ലാത്ത അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അസ്വാസ്ഥ്യപ്പെടാനില്ലാത്ത രീതിയിലുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിച്ച് മുന്നോട്ട് പോകാം എന്ന ഒരു പ്ലാനിന്റെ അടിസ്ഥാനത്തിലാണ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെ പ്രമുഖമായ ജൂതഗോത്രങ്ങളുമായി ഈ രീതിയിലുള്ള ചില സൗഹൃദ കരാറുകൾ ആ കരാറുകളിൽ ഏർപ്പെടുകയും അങ്ങനെയുള്ള ഒരു ബന്ധം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തത്. ഒരു വശത്ത് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ രൂപത്തിലാണ് മുന്നോട്ട് പോയത് എങ്കിലും നമുക്ക് ജൂതന്മാരിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു സമീപന രീതിയാണ് കാണാൻ സാധിക്കുന്നത്. ആദ്യമെല്ലാം റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ നിസ്സാരവൽക്കരിക്കുകയോ അത് അത്ര വലിയ ഒരു പ്രശ്നമല്ല എന്ന രൂപത്തിലുള്ള ഒരു നിലപാട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വീകരിക്കുകയോ ആ രൂപത്തിൽ നബിയെയും മുസ്ലിം സമൂഹത്തെയും കാണുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നുവെങ്കിലും ക്രമേണ മുസ്ലിം സമൂഹത്തിന്റെ വളർച്ചയും ഇസ്ലാമിക സമൂഹം കൂടുതൽ കൂടുതൽ ശക്തിപ്പെട്ടു വരുന്നതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദർശത്തിലും തിരുമേനിയുടെ പ്രബോധനത്തിലും ആകൃഷ്ടരായി ജൂത സമൂഹങ്ങളിൽ നിന്ന് പോലും പലരും ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതുമൊക്കെ അവർക്ക് സഹിക്കാൻ സാധ്യമല്ലാത്ത ഒരു സാഹചര്യം ഉണ്ടാക്കി തീർത്തു. അങ്ങനെ ഉള്ളില് മുസ്ലിമീങ്ങളോട് ഒരു തരത്തിലുള്ള പകയോ ഒരു രൂപത്തിലുള്ള വിദ്വേഷമോ ഒക്കെ അവർക്ക് ഇങ്ങനെ പുകയാൻ തുടങ്ങി. പുറമേക്ക് ചില സൗഹൃദ കരാറുകളും അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സഹായിക്കണം സഹകരിക്കണം എന്നൊക്കെയുള്ള രൂപത്തിലുള്ള ചില സന്ധികളും ഒക്കെ ഉണ്ട് എങ്കിലും ഉള്ളിൽ അവരുടെ താല്പര്യവും അവരുടെ ചായവും ഇസ്ലാമിന്റെ ശത്രുക്കളോടും അതുപോലെ തന്നെ മുസ്ലിം സമൂഹത്തിൽ തന്നെ ഏർപ്പെട്ടുകൊണ്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന കപടവിശ്വാസികളോടും ആയിത്തീർന്നു. ആ കപടവിശ്വാസികൾ എന്ന് പറയുന്നത് മദീനയിലെ മുഖ്യമായ ഒരു ഘടകമായി മാറുന്നുണ്ട്. അവരെ സംബന്ധിച്ച് ഒരു പ്രത്യേക ഖുതുബയിൽ തന്നെ നമുക്ക് പരാമർശിക്കാം. അപ്പൊ അവരോടാണ് ജൂതന്മാര് കൂടുതൽ കൂടുതൽ അടുപ്പം കാണിക്കുന്നത്, സഹായം കാണിക്കുന്നത്, കൂടുതൽ കൂടുതൽ സ്നേഹബന്ധങ്ങൾ പുലർത്തുന്നത് അവരോടാണ്. അതേ അവസരത്തിൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും മുസ്ലിം സമൂഹത്തോടുമൊക്കെ അവരുടെ ഉള്ളിൽ ഒരു തരത്തിലുള്ള പക ഇങ്ങനെ പുകച്ച് പൊന്തുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. മാത്രമല്ല ക്രമേണയായി
അവർ ഇസ്ലാമിന്റെ ബാഹ്യശക്തികളുമായി ബന്ധപ്പെടാനും മദീനയുടെ പുറത്തുള്ള ബാഹ്യശക്തികളുമായിട്ട് ബന്ധപ്പെടാനും അവരോടടുപ്പം കാണിക്കാനും അങ്ങനെ അവർക്ക് മുസ്ലിമീങ്ങളെ സംബന്ധിച്ചുള്ള ചില രഹസ്യങ്ങൾ അവർക്ക് എത്തിച്ചു കൊടുക്കുകയോ മുസ്ലിം സമൂഹത്തിന്റെ അവരുടെ ചില പ്രശ്നങ്ങളും അതുപോലെ തന്നെ അവർക്കിടയിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും ചെറിയ കാര്യങ്ങളുമൊക്കെ അത് കുത്തിപ്പൊക്കുകയോ ഒക്കെ ചെയ്യാൻ അവർ പാടുപെടുന്നതും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പൊ ഇതിന്റെയൊക്കെ പിന്നിൽ പ്രത്യേകിച്ചും അവരെ നയിച്ചിരുന്ന അവരുടെ പണ്ഡിതന്മാരും പുരോഹിതന്മാരുമായ വിഭാഗങ്ങളായിരുന്നു. യഥാർത്ഥത്തിൽ ഇസ്ലാമിനോട് കൂടുതൽ അടുപ്പം കാണിക്കേണ്ട വിഭാഗം അവരാണ്. കാരണം ഇസ്ലാമും ജൂത സമൂഹവുമായി വിശ്വാസപരമായ പല കാര്യങ്ങളിലും യോജിപ്പാണുള്ളത്. ഏകദൈവ വിശ്വാസികളാണ് ജൂതന്മാർ, മൗലികമായി ഏകദൈവ വിശ്വാസികളാണ് മുസ്ലിമീങ്ങളും. അതുപോലെ തന്നെ എല്ലാ പ്രവാചകന്മാരെയും അവരംഗീകരിക്കുന്ന എല്ലാ പ്രവാചകന്മാരെയും മുസ്ലിം സമൂഹം അംഗീകരിക്കുന്നു, അവരെ ആദരിക്കുന്നു. അവരുടെ ചരിത്രവും അവരുടെ പൈതൃകവും ഒക്കെ വളരെ ബഹുമാനത്തോടും ആദരവോടും കൂടി പിന്തുടരാൻ ശ്രമിക്കുന്നു. ഇങ്ങനെ വിശ്വാസപരവും ആദർശപരവുമായ പല മേഖലകളിലും യോജിപ്പുള്ളവരാണ് ജൂതന്മാരും മുസ്ലിമീങ്ങളും. പക്ഷേ കൂടുതൽ അടുപ്പം കാണിക്കേണ്ട ആ ആളുകൾ അവർ ഈ മുശ്രിക്കുകളും ബഹുദൈവ വിശ്വാസികളുമായ ആളുകളുമായിട്ട് കൂടുതൽ അടുക്കുകയും നിങ്ങളാണ് മുസ്ലിമീങ്ങളെക്കാളൊക്കെ നല്ല രീതി സ്വീകരിച്ചവർ, സന്മാർഗത്തിലുള്ളവർ എന്നൊക്കെ അഭിപ്രായം പറയുകയും ചെയ്യുന്ന ഒരു രൂപത്തിലേക്ക് അവർ എത്തിപ്പെട്ടു. മാത്രമല്ല മുസ്ലിം സമൂഹത്തിലെ പ്രബലമായ ഗോത്രങ്ങളായ ഔസ് ഖസ്റജ് ഗോത്രങ്ങളുടെ ഐക്യവും സാഹോദര്യവും അവരെ അങ്ങേയറ്റം പ്രയാസപ്പെടുത്തുകയും ചെയ്തു. കിട്ടുന്ന സന്ദർഭങ്ങളിലെല്ലാം ഈ ഐക്യം തകർക്കാനും അവരെ പഴയ ആ രൂപത്തിലേക്കുള്ള ശത്രുതയിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുമുള്ള ശ്രമങ്ങൾ ജൂതന്മാർ ഒരു വശത്ത് നടത്തിക്കൊണ്ടിരുന്നു. ഖുറൈശികളുമായിട്ട് ബന്ധപ്പെട്ട് മക്കയിലൊക്കെ ചെന്ന് അവരെ ഇസ്ലാമിനെതിരായിക്കൊണ്ട് ഉണർത്തിവിടാനും അവരെ മുസ്ലിമീങ്ങളെ ആക്രമിക്കാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കാനുമൊക്കെയുള്ള ശ്രമങ്ങളും നടന്നു. പ്രത്യേകിച്ചും മുസ്ലിമീങ്ങളും ഖുറൈശികളുമായി നടന്ന ബദർ യുദ്ധത്തിൽ മുസ്ലിമീങ്ങളുടെ ഭാഗത്ത് വിജയമുണ്ടാവുകയും അത് ഖുറൈശി പ്രമാണിമാരും പ്രധാനികളുമായ എല്ലാവരുടെയും കൊലയിൽ, എല്ലാവരുടെയും നാശത്തിൽ അവസാനിക്കുകയും ചെയ്തപ്പോൾ കഅബ് ഇബ്നുൽ അശ്റഫ് പോലെയുള്ള ജൂത നേതാക്കന്മാർ മക്കയിൽ പോയി അവരെ പ്രതികാരം ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുകയും അവരുടെ ഈ മരിച്ചുപോയ മഹാത്മാക്കളായ ആളുകളുടെ വീരഗാഥകൾ പറഞ്ഞ് അവരെ ആവേശം കൊള്ളിക്കുകയും ഇത് പകരം വീട്ടാതിരിക്കുന്നത് ഒരു തരത്തിലുള്ള ധൈര്യമില്ലായ്മയോ ഭീരുത്വമോ ഒക്കെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ കളിയാക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന സാഹചര്യവും ഉണ്ടായി. അങ്ങനെ എങ്ങനെയെങ്കിലും മുസ്ലിം സമൂഹത്തിന് എതിരായിക്കൊണ്ട് മറ്റുള്ളവരെ തിരിച്ചുവിടുക എന്ന ഒരു ശൈലിയാണ് ഉള്ളിൽ ജൂതന്മാർ സ്വീകരിച്ചത്. പുറമേക്ക് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായിട്ട് ഒരു കരാറും അതുപോലെ തന്നെ സന്ധിയുമൊക്കെ നേരത്തെ ഉണ്ടായിരുന്നത് അതുണ്ട് എന്നുള്ള ആ രൂപത്തിൽ തന്നെ നിലകൊള്ളുകയും ചെയ്തു. അപ്പൊ ഇതൊക്കെ മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അജ്ഞാതമായിരുന്നില്ല. അവരും ഇതൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. ഇവരുടെ ചലനങ്ങളൊക്കെ ശരിയായ രീതിയിൽ മനസ്സിലാക്കുകയും അപകടങ്ങൾ എത്രത്തോളം എത്തുന്നു എന്നൊക്കെ ഇങ്ങനെ കരുതി ഇരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഈ ഒരു സാഹചര്യത്തിലാണ് യാദൃശ്ചികമായ ചില തെറ്റിദ്ധാരണകൾ കാരണം മുസ്ലിം സമൂഹത്തിൽപ്പെട്ട ഒരാള് ബനു ആമിർ ഗോത്രക്കാരായ രണ്ടാളുകളെ കൊല്ലാൻ ഇടവരികയുണ്ടായി. എന്തോ തരത്തിലുള്ള ഒരു ഏറ്റുമുട്ടലിൽ ബനു ആമിർ ഗോത്രക്കാരായ രണ്ടാളുകളെ മുസ്ലിമീങ്ങളിൽപ്പെട്ട ചില ആളുകൾ വധിക്കാൻ കാരണമാവുകയുണ്ടായി. അപ്പോ യഥാർത്ഥത്തിൽ ഈ ബനു ആമിർ ഗോത്രവുമായി റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഒരു സൗഹൃദ കരാറുണ്ടായിരുന്നു. അപ്പൊ അത് അറിയാതെയോ മനസ്സിലാക്കാതെയോ ആണ് മുസ്ലിമീങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയുള്ള ഒരു അബദ്ധം സംഭവിച്ചത്. അപ്പൊ ഇങ്ങനെ ആരെയെങ്കിലും ഈ രൂപത്തിൽ തെറ്റിദ്ധാരണ മൂലമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലോ കാരണവശാൽ കൊന്നുപോവുകയാണ് എങ്കിൽ അയാൾക്ക് പ്രായശ്ചിത്തമായ നഷ്ടപരിഹാരം നൽകുക എന്നുള്ളത് അവിടെ ഉടമ്പടിയിൽപ്പെട്ടതും ആ വ്യവസ്ഥകളിൽപ്പെട്ടതുമായിരുന്നു. ഇങ്ങനെയുള്ള നഷ്ടപരിഹാരങ്ങൾ നൽകുമ്പോൾ സ്വാഭാവികമായിട്ടും ജൂതന്മാരും മുസ്ലിമീങ്ങളും തമ്മിലുള്ള കരാറുകൾ അനുസരിച്ച്
അവർക്ക് എന്തെങ്കിലും സാമ്പത്തികമായ പ്രയാസങ്ങൾ വന്നാൽ മുസ്ലിമീങ്ങൾ സഹായിക്കണമെന്നും, അതുപോലെ തന്നെ മുസ്ലിമീങ്ങൾക്ക് വല്ലതും വരികയാണെങ്കിൽ ജൂതന്മാരെ സഹായിക്കുകയും സഹകരിക്കുകയും ഈ പ്രായശ്ചിത്തങ്ങളൊക്കെ നൽകുന്നതിൽ പങ്കാളിത്തം വഹിക്കുകയും ചെയ്യണമെന്നുമാണ് ഈ കരാറിന്റെ താല്പര്യം. അങ്ങനെ ബനൂ ആമിർ ഗോത്രക്കാരായ ആളുകൾക്ക് ഈ നഷ്ടപരിഹാരം നൽകുന്ന ആവശ്യാർത്ഥം റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ജൂതഗോത്രമായ മുസ്ലിമീങ്ങളുമായി സന്ധിയിൽ കഴിയുന്ന ബനൂ ഖൈനുഖാ ഗോത്രക്കാരെ പോയി കാണുകയുണ്ടായി. അവരോട് പറഞ്ഞു, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്, അവർക്ക് നഷ്ടപരിഹാരം നൽകേണ്ടതുണ്ട്. അപ്പൊ ഈ നഷ്ടപരിഹാരം എന്ന് പറയുന്നത് 100 ഒട്ടകവും 200 ഒട്ടകം ഇതുപോലെയൊക്കെയാണ് അന്നത്തെ കാലത്ത് ഒരാൾക്കുള്ള നഷ്ടപരിഹാരം എന്ന് പറയുന്നത്. അപ്പൊ അത് കൊടുക്കാൻ നിങ്ങളുടെ സഹായം ആവശ്യമാണ്. നമ്മളുടെ കരാറിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ച് ചെയ്യേണ്ടതാണ് ഇത്തരം സന്ദർഭങ്ങളിൽ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബനൂ ഖൈനുഖാ ഗോത്രക്കാരുടെ അടുത്ത് ചെന്നുകൊണ്ട് അവരെ ധരിപ്പിക്കുകയുണ്ടായി. ആ ഗോത്രത്തിന്റെ നേതാവ് വളരെ ഉപചാരപൂർവ്വം തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആദരിച്ചിരിക്കുകയും ആ അബുൽ ഖാസിം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ബഹുമാനത്തോടുകൂടി സാധാരണ വിളിക്കർ അബുൽ ഖാസിം എന്നാണ്. ആ അബുൽ ഖാസിം, താങ്കൾ വന്നത് വളരെ സന്തോഷകരമാണ്, ഞങ്ങൾ എല്ലാ നിലക്കും സഹായിക്കാം എന്നൊക്കെയുള്ള രൂപത്തിൽ സഹായം വാഗ്ദാനം ചെയ്യുകയും ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോവാം എന്നുള്ള രൂപത്തിൽ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവശ്യപ്പെടുകയും അങ്ങനെ കുറച്ച് സമയം അവരുടെ സ്ഥലത്ത്, അവരുടെ കേന്ദ്രത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇരിക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു പോലെയുള്ള മഹാന്മാരായ സഹാബി വര്യന്മാരെല്ലാവരും ഉണ്ട്. എല്ലാവരും കൂടിയിട്ടാണ് ഒരു വഫദായിക്കൊണ്ട്, ഒരു നിവേദക സംഘം എന്നുള്ള രൂപത്തിൽ ജൂതന്മാരുടെ അടുത്ത് ചെന്ന് ഈ കാര്യങ്ങൾ സംസാരിച്ചിരുന്നത്. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ രീതിയിൽ സംസാരിക്കുകയും അതേ അവസരത്തിൽ ഉള്ളിൽ ചെന്നുകൊണ്ട് ജൂതന്മാരോട്, ഇതാ മുഹമ്മദിനെ നമുക്കിപ്പോൾ തനിച്ച് വളരെ സൗകര്യത്തിൽ കിട്ടിയിരിക്കുകയാണ്, അതുകൊണ്ട് ഈ സന്ദർഭത്തിൽ മുഹമ്മദ് നമ്മുടെ ഇടയിൽ നിന്ന് രക്ഷപ്പെടരുത്, അതിനുള്ള എന്തെങ്കിലും രീതികൾ സ്വീകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരാളെ ചട്ടം കെട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കുന്നതിന്റെ മുകൾ ഭാഗത്തെ ചുമരിൽ നിന്ന് വലിയൊരു ആട്ടുകല്ല്, ഭക്ഷ്യധാന്യങ്ങളും മറ്റുമൊക്കെ ഇങ്ങനെ ആട്ടാൻ ഉപയോഗിക്കുന്ന ആട്ടുകല്ല് നബിയുടെ തലക്കിട്ടുകൊണ്ട് നബിയെ കൊല്ലാനായിരുന്നു പരിപാടി ഇട്ടിരുന്നത്. അപ്പൊ ആ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇങ്ങനെ കപടമായ രീതിയിൽ സൗഹൃദം നടിക്കുകയും ഉള്ളിൽ ചെന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊല്ലാനുള്ള ഗൂഢാലോചനകൾ നടത്തുകയും ചെയ്യുകയാണ് ബനൂ ഖൈനുഖാ എന്ന് പറയുന്ന ജൂതഗോത്രം ചെയ്തത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അതിനെ സംബന്ധിച്ച് ഉടനെ തന്നെ ഉണ്ടാകും. നബി ഒന്നും തന്നെ പറയാതെ കണ്ട് പിന്നീട് നമ്മൾ പോവാമെന്ന് പറഞ്ഞുകൊണ്ട് സഹാബത്തിനെയും കൂട്ടി വേഗം തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രത്യേകമായ ദിവ്യബോധനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇതിനെ സംബന്ധിച്ചാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനു ഉദ്കുറു നിഅമത്തല്ലാഹി അലൈക്കും, സത്യവിശ്വാസികളെ അല്ലാഹു നിങ്ങൾക്ക് ചെയ്തു തന്ന ഈ മഹത്തായ അനുഗ്രഹം നിങ്ങളൊന്ന് ഓർത്തു നോക്കുക. ഇത് ഹമ്മ ഖൗമുൻ യബ്സുതു ഇലൈക്കും ഐദിയഹും, ഒരു വിഭാഗം ആളുകൾ അവരുടെ കൈകൾ നിങ്ങളുടെ നേരെ നീട്ടാൻ ഉദ്ദേശിക്കുകയുണ്ടായി. നിങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രവാചകനെ നശിപ്പിക്കാൻ വേണ്ടി ഒരു വിഭാഗം ആളുകൾ അവരുടെ കൈകൾ നീട്ടുകയുണ്ടായി. ഫകഫ ഐദിയഹും അൻകും, അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് അവരുടെ കൈകളെ തടഞ്ഞത്. അതത് സന്ദർഭത്തിൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിവരം കൊടുത്തുകൊണ്ട് അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല തടഞ്ഞു നിർത്തുകയുണ്ടായി. വത്തഖുല്ലാഹ്, അല്ലാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കുക. വഅലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ, സത്യവിശ്വാസികൾ അല്ലാഹുവിലാണ് ഭരമേൽപ്പിക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ സംഭവത്തിലേക്ക് സൂചിപ്പിച്ചുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയത്. അപ്പോൾ ഏതായിരുന്നാലും ഇത് ജൂതന്മാരുടെ നഗ്നമായ കരാറിന്റെ ഒരു ലംഘനമായിരുന്നു. വളരെ ബാഹ്യമായ രീതിയിൽ തന്നെയുള്ള ഒരു ലംഘനമാണ് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊല്ലാനുള്ള ഈ ഏർപ്പാട് അവർ ചെയ്തത്. ഉടനെ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് ഇബ്നു മസ്ലമ എന്ന് പറയുന്ന സഹാബിയെ അവരുടെ അടുത്തേക്ക് പറഞ്ഞയക്കുകയുണ്ടായി. എന്നിട്ട് അവരോട് പറഞ്ഞു, ഇന്ന റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അർസലനി ഇലൈക്കും അൻ അഖ്റുജു മിൻ ബിലാദി, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ പറഞ്ഞയച്ചിരിക്കുന്നത് നിങ്ങൾക്കൊരു സന്ദേശം നൽകാനാണ്. നിങ്ങൾ ഈ നാട്ടിൽ നിന്ന് ഉടനെ പുറത്തു പോകണം.
ലഖദ് നഖൽതുമുല്ലദീ ജഅൽതു ലക്കും മിമ്മാ ഹമംതും ബിഹി മിനൽ ഗദർ. നിങ്ങൾ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചതിച്ചു കൊല്ലാൻ ഉദ്ദേശിച്ചതിലൂടെ നിങ്ങളോടുള്ള കരാറ് നിങ്ങൾ ലംഘിച്ചിരിക്കുന്നു. ആ കരാറ് നിങ്ങൾ പാലിക്കാതെ അത് നിങ്ങൾ ലംഘിച്ചിരിക്കുകയാണ്. വഖദ് അജ്ജൽതുക്കും അശ്റ, അതുകൊണ്ട് 10 ദിവസത്തെ അവധി നിങ്ങൾക്കുണ്ട്. ഫമൻ റുഇയ ബഅദു മിൻകും ലറബ്തു ഉനുഖ, അതിനുശേഷം ആരെയെങ്കിലും ഇവിടെ കാണുകയാണ് എങ്കിൽ അവരുടെ തല ഞാൻ വെട്ടുന്നതായിരിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ അറിയിക്കാനാണ് എന്നെ പറഞ്ഞയച്ചിരിക്കുന്നത് എന്ന് മുഹമ്മദ് ബിൻ മസ്ലമ ജൂതന്മാരോട് വന്നുകൊണ്ട് പറഞ്ഞു. മുഹമ്മദ് ബിൻ മസ്ലമ നേരത്തെ ഔസ് ഗോത്രത്തിൽപ്പെട്ട ആളും ഈ വിഭാഗവുമായിട്ട് വളരെ അടുപ്പമുള്ള വ്യക്തിയുമാണ്. അപ്പോൾ താങ്കൾ വന്നുകൊണ്ട് ഇതാണോ ഞങ്ങളോട് പറയുന്നത് എന്ന് അവര് പറയുകയുണ്ടായി. അപ്പോൾ അതിന് മുഹമ്മദ് ബിൻ മസ്ലമ പറഞ്ഞത്, ഇപ്പോൾ നമ്മളുടെ ചിന്തയും നമ്മളുടെ ബന്ധങ്ങളുമൊക്കെ മാറിയിരിക്കുന്നു. അള്ളാഹുവിന്റെ പ്രവാചകനെ എല്ലാ നീതിയും എല്ലാ മര്യാദയും ലംഘിച്ചുകൊണ്ട് കൊല്ലാനുള്ള ഗൂഢാലോചന നടത്തിയതിന്റെ പേരിൽ ഇനി നിങ്ങൾക്കിവിടെ കഴിച്ചുകൂട്ടാനുള്ള അർഹതയില്ല. ബനൂ ഖൈനുഖാ ഗോത്രം എന്ന് പറയുന്നത് വളരെ ഭദ്രമായ കോട്ടയിൽ കഴിഞ്ഞുകൂടുന്നവരാണ്. അവർക്ക് ഈ വിവരം കിട്ടിയപ്പോൾ അവർ പലരും ധരിച്ചത് ഞങ്ങളുടെ കോട്ട വളരെ ഭദ്രമാണ്, മുസ്ലിമീങ്ങൾക്ക് ഞങ്ങളെ ഒന്നും ചെയ്യാൻ സാധ്യമല്ല എന്നുള്ള രൂപത്തിലാണ് അവർ ധരിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് 10 ദിവസത്തെ അവധി കൊടുത്തു. ആ 10ാമത്തെ ദിവസമായപ്പോഴേക്കും അവർ കോട്ടയുടെ ഉള്ളിൽ കടന്നുകൊണ്ട് അവരുടെ ആവശ്യങ്ങളെല്ലാം തന്നെ ഉള്ളിൽ വെച്ചുകൊണ്ട് നിർവഹിക്കാം എന്ന ഒരു സങ്കല്പത്തിൽ അതിന്റെ ഉള്ളിൽ അഭയം തേടുകയാണ് ഉണ്ടായത്. മുസ്ലിമീങ്ങൾ പോയി അവരെ വളഞ്ഞു. ഏതാനും ദിവസങ്ങൾ അവരുടെ കോട്ടയെ ഉപരോധിച്ചു. മാത്രമല്ല പിന്നീട് അവരുടെ കാർഷികമായ ഉൽപ്പന്നങ്ങളെയും മറ്റും നശിപ്പിക്കുന്ന രീതിയിലുള്ള ചില നടപടിക്രമങ്ങൾ മുസ്ലിമീങ്ങൾ സ്വീകരിച്ചു. അതോടുകൂടി അവർക്ക് ഭയമായി. അധികകാലം ഇത് തുടർന്നു പോവാൻ സാധ്യമല്ല എന്നവർക്ക് തോന്നി. അതിനെ സംബന്ധിച്ച് അതേപോലെ തന്നെ അവർക്ക് അതിനിടയിൽ നേരത്തെ നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായല്ലോ, ഇവരുടെ ബന്ധങ്ങൾ മുഴുവൻ തന്നെ കപടവിശ്വാസികളുമായും മുനാഫിക്കുകളുമായിട്ടാണ് എന്ന്. ഈ മുനാഫിക്കുകളുടെ തലവനായ അബ്ദുല്ലാഹി ഇബ്നു ഉബൈ അവർക്ക് ഒരു സന്ദേശം നൽകി. അവരോട് പറഞ്ഞു, നിങ്ങൾ പോവൊന്നും വേണ്ട, നിങ്ങളെ മുഹമ്മദും അവന്റെ അനുയായികളും ഒന്നും ചെയ്യാൻ പോകുന്നില്ല, അവർക്ക് നിങ്ങളെ ഒന്നും ചെയ്യാൻ സാധ്യമല്ല. ഈ അബ്ദുല്ലാഹി ഇബ്നു ഉബൈ എന്ന് പറയുന്ന വളരെ ശക്തനായ വളരെയേറെ അനുയായികൾ ഉള്ള ഒരാളാണ്. അദ്ദേഹം പറയുകയുണ്ടായി, 2000 ആളുകൾ എന്റെ കൈവശമുണ്ട്. ഈ 2000 ആളുകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിങ്ങളോടൊപ്പം നിന്ന് മുഹമ്മദിനോട് പോരാടാൻ ഞങ്ങൾ സന്നദ്ധമാണ്. ഞങ്ങളും കൂടി പോരും അഥവാ നിങ്ങൾ പോവേണ്ടി വന്നാൽ, അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും പോവേണ്ടതില്ല എന്ന ഒരു സന്ദേശം അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സുലൂൽ അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെയുള്ള മിഥ്യാധാരണകൾ അവർ കഴിഞ്ഞുകൂടുകയായിരുന്നു. പക്ഷെ മുസ്ലിം സൈന്യം അവരുടെ കോട്ടകൾ വളയുകയും അവരുടെ സാമ്പത്തികമായ നഷ്ടങ്ങൾ വരുത്താൻ തുടങ്ങുകയും ചെയ്തപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു ഉബൈന്റെ ഒരു സഹായവും ഉണ്ടാവുകയില്ല എന്നും അതെല്ലാം വീമ്പ് പറച്ചിലുകളാണ് എന്നും സന്നിഗ്ധ ഘട്ടത്തിൽ ഞങ്ങളെ സഹായിക്കാൻ ആരും ഉണ്ടാവുകയില്ല എന്നും അവർക്ക് ബോധ്യം വന്നു. അങ്ങനെ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപാധികൾ അംഗീകരിക്കാൻ അവർ സന്നദ്ധരായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, നിങ്ങളെ ഒന്നും തന്നെ ഞങ്ങൾ ഒന്നും ചെയ്യുന്നില്ല, നിങ്ങൾക്ക് ഈ നാട്ടിൽ നിന്ന് പുറത്തേക്ക് പോവാം. നിങ്ങളുടെ ഓരോരുത്തരുടെയും വാഹനം എന്താണോ ആ വാഹനത്തിന് ഏറ്റാൻ പറ്റുന്ന രീതിയിലുള്ള സാമഗ്രികളും വഹിച്ചുകൊണ്ട് സ്ഥലം വിട്ടാൽ മതി, വേറെ ഒന്നും തന്നെ ഞങ്ങൾ നിങ്ങളെ ചെയ്യുന്നില്ല എന്നുള്ള രൂപത്തിൽ അവർക്ക് പോകാനുള്ള അനുവാദം കൊടുത്തു. ഏകദേശം 600,000-ഓളം ആളുകൾ, അത്രയും വാഹനങ്ങൾ എന്ന് പറഞ്ഞാൽ ഒട്ടകങ്ങൾ, ആ ഒട്ടകപ്പുറത്തുള്ള എല്ലാ സാധനങ്ങളുമായിട്ട് അവർ സ്ഥലം വിടുകയാണ് ഉണ്ടായത്. ചരിത്രകാരന്മാർ പറയുകയാണ്, അവരുടെ സ്വർണവും അതുപോലെ തന്നെ അവരുടെ നാണയങ്ങളും അവരുടെ ജംഗമ സ്വത്തുക്കൾ എന്നുള്ള രീതിയിലുള്ള സ്വത്തുക്കളുമൊക്കെ അവർ കൂടെ കൊണ്ടുപോയി. പോകുമ്പോൾ അവർ പറയുമായിരുന്നു, ഞങ്ങളുടെ സ്വർണവും അതുപോലെയുള്ള എല്ലാം ഞങ്ങളുടെ കയ്യിലുണ്ട്, ഇപ്പൊ കുറച്ച് സ്ഥലം ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളൂ, അത് വേറെ സ്ഥലത്ത് പോയിട്ട് വാങ്ങാനും ഞങ്ങൾക്ക് സാധിക്കും എന്നൊക്കെയുള്ള രീതിയിലുള്ള സന്തോഷത്തോടു കൂടിയാണ് അവർ പോയത്. ഏതായിരുന്നാലും ഒന്നാമതായി ജൂതഗോത്രത്തെ മദീനയിൽ നിന്ന് ബഹിഷ്കരിക്കുന്ന ഒരു നടപടിക്രമമാണ് ഇതിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ സമൂഹം തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും മുസ്ലിം സമൂഹത്തോടുമൊക്കെ വെച്ചു പുലർത്തിയിരുന്ന ശത്രുതകൾ, ആ ശത്രുതകൾ ഓരോന്നോരോന്ന് വെളിപ്പെട്ടുകൊണ്ടിരിക്കെ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യ സന്ദർഭങ്ങളിലെല്ലാം തന്നെ അവരെ ക്ഷമിക്കുകയും
വിട്ടുവീഴ്ച ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചത് എന്ന് നമുക്ക് കാണാം. പക്ഷെ ഇവരെ ഇവിടെ വെച്ചു പൊറുപ്പിച്ചാൽ വളരെ പ്രയാസകരമായ സന്ദർഭങ്ങളിൽ ഇവർ തിരിഞ്ഞുകുത്തും. അതുകൊണ്ട് അവരവിടെ നിലനിർത്താൻ പറ്റുകയില്ല എന്ന് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ബോധ്യപ്പെടുകയും അങ്ങനെയുള്ള ആളുകളെ, വിഭാഗങ്ങളെ ഒക്കെ മാറ്റി നിർത്താൻ, മദീനയിൽ നിന്ന് മാറ്റി നിർത്താൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർബന്ധിതമാവുകയുമാണ് ഉണ്ടായത് എന്ന് നമുക്ക് കാണാം. ഇതുപോലെ വേറെയും പല ഗോത്രങ്ങളും പലതരത്തിലുള്ള പ്രകോപനപരമായ നടപടികളും മുസ്ലിമീങ്ങളുടെ നേരെ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. ചില സ്ത്രീകളൊക്കെ കച്ചവടക്കാരായ ജൂതന്മാരുടെ അടുത്ത് പോയിട്ട് ചെല്ലുമ്പോൾ അവരെ നാണം കെടുത്താനും അതുപോലെ തന്നെ അവരെ വഷളാക്കാനുമൊക്കെയുള്ള രീതിയിൽ ചില പരിശ്രമങ്ങൾ ജൂതന്മാരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഒരു സ്ത്രീ ഒരു ആഭരണ വിൽപ്പനക്കാരന്റെ അടുത്ത് ചെന്നുകൊണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ അവരുടെ വസ്ത്രം ഇങ്ങനെ വേറെ ഒരു മരത്തിന്മേലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തൂണിന്മേലോ കെട്ടിയിട്ട് അവർ എഴുന്നേൽക്കുമ്പോൾ അവരുടെ നഗ്നത വെളിപ്പെടുന്ന രീതിയിലുള്ള ചില അത്രയും വഷളായ രീതിയിലുള്ള ചില നടപടികൾ ചില ജൂതന്മാർ ചെയ്യുകയുണ്ടായി. അപ്പോൾ അതിൽ കുപിതരായി മുസ്ലിമീങ്ങളിൽപ്പെട്ട ചില ആളുകൾ ആ പ്രവൃത്തി ചെയ്ത ആളെ കൊല്ലുകയും അങ്ങനെ അത് പിന്നീട് ഒരു പ്രശ്നമായി തീരുകയും ഒക്കെ ചെയ്തു. ആ സന്ദർഭത്തിൽ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ഇങ്ങനെയുള്ള നടപടിക്രമങ്ങൾ അത് തുടരുകയാണ് എങ്കിൽ അത് വളരെ ആപൽക്കരമായ പ്രത്യാഘാതങ്ങൾക്ക് ഇടവരുത്തുമെന്നൊക്കെ പറഞ്ഞ് അവരെ ഭയപ്പെടുത്തുകയുണ്ടായി. പക്ഷെ അവരുടെ പ്രതികരണം, നിങ്ങൾ ബദറിൽ പോയി ഖുറൈശികളോട് സമരം ചെയ്ത് വിജയിച്ചു, ആ ഹൊങ്കൊന്നും ഞങ്ങളോട് കാണിക്കണ്ട. അവർക്കുണ്ടോ യുദ്ധത്തെ സംബന്ധിച്ചും സമരത്തെ സംബന്ധിച്ചും പോരാട്ടത്തെ സംബന്ധിച്ചും ഒക്കെ എന്തെങ്കിലും അറിയുന്നു? അതൊക്കെ ജൂതന്മാരായ ഞങ്ങൾക്കെല്ലാം അറിയാം. ഞങ്ങളുമായിട്ട് നിങ്ങൾ ഏറ്റുമുട്ടാൻ വന്നാൽ നിങ്ങൾക്ക് ആണുങ്ങൾ ആരാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഭീഷണിയുടെ ഒരു സ്വരമായിരുന്നു ജൂതഗോത്രങ്ങളിൽ നിന്ന് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും മുസ്ലിമീങ്ങൾക്കും കേൾക്കാൻ സാധിച്ചത്. അപ്പൊ അതിനിടയിൽ ഇങ്ങനെ ദിവസങ്ങൾ നീണ്ടു പോകുന്നു. ബദർ യുദ്ധം കഴിയുന്നു, ഉഹദ് യുദ്ധം കഴിയുന്നു. ഉഹദ് യുദ്ധം കഴിയുന്നതോടുകൂടി മുസ്ലിമീങ്ങൾക്ക് ഒരു ക്ഷീണം പറ്റുന്നത് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ബദറിലെ ആ വിജയം അല്ല ഉഹദിലുണ്ടാകുന്നത്, ഒരു ക്ഷീണമാണ്. അപ്പൊ അതോടുകൂടി ഇസ്ലാമിനെ സംബന്ധിച്ച് മറ്റുള്ളവർക്കും ഒരു ഭയം കുറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോ മറ്റുള്ള ആളുകളും ഒന്ന് ഒത്തുപിടിച്ച് ശ്രമിച്ചാൽ മുസ്ലിമീങ്ങളെ നശിപ്പിക്കാൻ സാധിക്കുമെന്നും മുസ്ലിമീങ്ങൾ അങ്ങനെ ഭയപ്പെടേണ്ടതില്ല എന്നുമൊക്കെയുള്ള ഒരു ധാരണ പൊതു സമൂഹത്തിന്റെ ഇടയിൽ ഉണ്ടാവാൻ ഈ ഉഹദിലെ പരാജയം കാരണമായി തീരുകയുണ്ടായി. അപ്പൊ ആ രൂപത്തില് മുസ്ലിമീങ്ങളെ ഒന്നാകെ എതിർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംയുക്ത സംരംഭമാണ് പിന്നീട് നമുക്ക് അഹ്സാബ് യുദ്ധത്തിൽ കാണാൻ സാധിക്കുന്നത്. ഖുറൈശികൾ അറബി ഗോത്രങ്ങളെ മുഴുവൻ തന്നെ സംഘടിപ്പിച്ചുകൊണ്ട് എല്ലാവരും കൂടിയിട്ടുള്ള ഒരു വലിയ ആക്രമണമാണ് മദീനയുടെ നേരെ അഹ്സാബ് യുദ്ധത്തിൽ നടത്തുന്നത്. അപ്പോൾ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ നിമിഷങ്ങളായിരുന്നു. ആ നിർണായകമായ നിമിഷങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെ ആഭ്യന്തരമായ സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് ജൂതന്മാർ അവശേഷിക്കുന്ന ജൂതഗോത്രങ്ങളുമായിട്ടുള്ള കരാറുകളൊക്കെ ഭദ്രമായി ഉണ്ടാവണം എന്ന് നബിക്ക് താല്പര്യമുണ്ടായിരുന്നു. അതൊക്കെ ആ രൂപത്തിൽ തന്നെ അവരുടെ സുരക്ഷിതത്വം മദീനയുടെ ഉള്ളിൽ വേണമെന്നും പുറമേ നിന്നുള്ള ഈ വരുന്ന ശത്രുക്കളെ നേരിടാൻ മുസ്ലിമീങ്ങൾ ഒന്നാകെ പുറപ്പെടുകയാണ് എന്നൊക്കെയുള്ള രീതിയിലാണ് ഈ അഹ്സാബ് യുദ്ധത്തെ കൈകാര്യം ചെയ്യാൻ ഒരുങ്ങിയത്. പക്ഷെ ഈ നിമിഷത്തിൽ ബനൂ ഖുറൈള എന്ന് പറയുന്ന ഏറ്റവും ശക്തമായ ജൂതഗോത്രം കരാർ ലംഘിക്കാൻ സമയം കണ്ടെത്തിയത് അപ്പോഴാണ്. നേരത്തെ നമ്മൾ മജുന്നദീർ എന്ന് പറയുന്ന ഗോത്രക്കാരെ മദീനയിൽ നിന്ന് പുറത്താക്കി എന്ന് പറഞ്ഞല്ലോ. ആ പുറത്താക്കിയ ഗോത്രത്തിന്റെ തലവന്മാരും ഈ ബനൂ ഖുറൈളയുടെ ഗോത്രത്തിലെ തലവന്മാരുമായി ബന്ധപ്പെടുകയും ഇപ്പോൾ അറബികൾ ഖുറൈശികളും അതുപോലെയുള്ള മുശ്രിക്കുകളും ഒന്നിച്ച് മുഹമ്മദിനെ എതിർക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഇപ്പോൾ നമ്മളെല്ലാവരും കൂടി ഒത്തുകൂടി പിടിച്ചാൽ ഇതോടുകൂടി ഇസ്ലാമിന്റെ കഥ കഴിക്കാൻ സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അയാളെ തെറ്റിദ്ധരിപ്പിക്കുകയും അങ്ങനെ അയാളെയും കരാറ് ലംഘിക്കുന്നതിന് വേണ്ടി പ്രേരിപ്പിക്കുകയും ചെയ്യുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉള്ള സഹാബിമാരോട് എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് ഈ അഹ്സാബ് യുദ്ധത്തിൽ, ഖന്തഖ് യുദ്ധത്തിൽ ശത്രുക്കളെ എതിരിടാൻ വേണ്ടി പോകുമ്പോഴാണ് മദീനയുടെ ഉള്ളിൽ ബനൂ ഖുറൈള ഗോത്രക്കാർ കരാർ ലംഘിച്ചിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ കിട്ടുന്നത്. എന്ന് പറഞ്ഞാൽ മുസ്ലിമീങ്ങളുടെ പെണ്ണുങ്ങളും കുട്ടികളും കുടുംബവും ഒക്കെ മദീനയുടെ ഉള്ളിലാണുള്ളത്.
അവിടെ ഈ ജൂതഗോത്രം കരാർ ലംഘിച്ചു എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം കുട്ടികളുടെ കാര്യത്തിലും അതുപോലെ തന്നെ കുടുംബത്തിന്റെ കാര്യത്തിലും സ്ത്രീകളുടെ കാര്യത്തിലും ഒക്കെ അങ്ങേയറ്റത്തെ പ്രയാസകരമായ സാഹചര്യമാണ് ഉണ്ടാകുന്നത്. അങ്ങനെ ഉള്ളിൽ നിന്നും പുറമേ നിന്നുമുള്ള ശത്രുവിനെ നേരിടാൻ ഉള്ള മാർഗം കാണാതെ കണ്ട് തിരുമേനിയും മുസ്ലിം സമൂഹവുമൊക്കെ വെപ്രാളപ്പെടുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹുവിന്റെ സഹായത്തിൽ വിശ്വാസമുണ്ട്. പക്ഷെ എന്തായിരുന്നാലും സാഹചര്യം അങ്ങേയറ്റം ഗുരുതരമായ രീതിയിൽ ഉണ്ടായിത്തീരുന്നത് നമുക്ക് കാണാം. നബി തിരുമേനി സഅദ് ഇബ്നു മുആദ്, സഅദ് ഇബ്നു ഉബാദ പോലെയുള്ള ഔസിന്റെയും ഹസ്റജിന്റെയും നേതാക്കന്മാരെ പറഞ്ഞയച്ച് സംഗതി ശരിയാണോ എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി ചെയ്യുന്നു. ശരിയാണ് എങ്കിൽ അഥവാ അവർ കരാർ ലംഘിച്ചിട്ടുണ്ട് എങ്കിൽ ആരോടും പറയാതെ എന്നോട് സ്വകാര്യമായിട്ട് വന്ന് പറഞ്ഞാൽ മതി എന്നും ആ ഒരു പേടിയും ഭീതിയും സൈന്യത്തിൽ പരത്തരുത് എന്നും നബി അവരോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരൊക്കെ പോയി വിവരങ്ങളൊക്കെ അറിഞ്ഞു വന്നപ്പോൾ വളരെ അപകടകരമായ സാഹചര്യമാണുള്ളത് എന്ന് മനസ്സിലാവുകയുണ്ടായി. അവർ കരാർ ലംഘിച്ചിരിക്കുന്നു. നബിയോട് ആ വിവരം വന്ന് പറഞ്ഞു. തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറെ സഹാബിമാരെ മദീനയുടെ ഉള്ളിലെ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടും അവിടെ അവർക്ക് പെണ്ണുങ്ങൾക്കും അതുപോലെ കുട്ടികൾക്കുമൊക്കെ സംരക്ഷണം നൽകാൻ വേണ്ടിയും വീണ്ടും ഇങ്ങോട്ട് നിയോഗിക്കുന്നു. അതേ അവസരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിർണായകമായ സഹായം നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടാകുന്നു. അത് അഹ്സാബ് യുദ്ധത്തിന്റെ ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. വമ്പിച്ച കൊടുങ്കാറ്റടിച്ചുകൊണ്ട് ശത്രു സൈന്യത്തെയും അവരുടെ ടെന്റുകളെയും അവരുടെ മൃഗങ്ങളെയും എല്ലാം തന്നെ മദീനയിൽ നിന്ന് ആട്ടി ഓടിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് രക്ഷപ്പെടാൻ അവരെ നിർബന്ധിതമാക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അവരെല്ലാവരും തിരിഞ്ഞോടുന്നു. പരിശുദ്ധ ഖുർആൻ അതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ കാണാത്ത സൈന്യങ്ങൾ കൊണ്ട് അള്ളാഹു നിങ്ങളെ തുണച്ചു എന്ന് അതിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞിട്ടുണ്ട്. ഈ സംഗതി കഴിഞ്ഞ ഉടനെ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ അനുയായികളിൽ നിന്ന് വലിയൊരു വിഭാഗത്തെയും നിർണയിച്ചുകൊണ്ട് അവരെ തെരഞ്ഞെടുത്തുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ ഇനി അസർ നമസ്കരിക്കുന്നതിന് മുമ്പായി ബനൂ ഖുറൈലയുടെ അവിടെ എത്തണമെന്ന്. അസർ നമസ്കാരത്തിന്റെ മുമ്പ് ബനൂ ഖുറൈലയിൽ എത്തിക്കൊണ്ട് അവരെ നേരിടണം. കാരണം അവരെ ഇനി മദീനയിൽ വെച്ച് പൊറുപ്പിച്ചുകൂടാ. അങ്ങനെ മുസ്ലിം സൈന്യങ്ങളിൽ ഒരു വിഭാഗം ബനൂ ഖുറൈലയിലെത്തി അവരെ ഉപരോധിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അവസാനമായിട്ട് അവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് തീരുമാനമാണോ എടുക്കുന്ന ആ തീരുമാനത്തിന് ഞങ്ങൾ വഴങ്ങാം എന്ന് അവർ സമ്മതിക്കുന്നു. സഅദ് റളിയല്ലാഹു അൻഹു എന്താണ് തീരുമാനിക്കുന്നതെങ്കിൽ ആ തീരുമാനത്തിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിട്ടുകൊടുത്തത്. കാരണം നേരത്തെ അവരുടെ ബന്ധപ്പെട്ട ഒരാളും അതുപോലെ തന്നെ മദീനയിലെ പ്രധാനിയായ വ്യക്തിയുമാണ് സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം പറഞ്ഞു, പ്രവാചകരെ, അദ്ദേഹം ഈ അഹ്സാബ് യുദ്ധത്തിൽ പരിക്ക് പറ്റി മരണത്തോട് വെല്ലുവിളിച്ചുകൊണ്ട് ഇങ്ങനെ കിടക്കുകയാണ്. അദ്ദേഹത്തിന് അള്ളാഹുവിനോട് ഒരു പ്രാർത്ഥന മാത്രമേ, അള്ളാഹുവേ, ജൂതന്മാരുടെ അടുത്തേക്ക് തിരിച്ചു ചെന്നിട്ട് അവരെ എന്തെങ്കിലും ചെയ്ത് എന്നെ നീ മരിപ്പിക്കാവൂ എന്ന്. സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രാർത്ഥന അതായിരുന്നു. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് തീരുമാനമെടുക്കാനുള്ള അവകാശം കൊടുത്തു. സഅദ് റളിയല്ലാഹു അൻഹു തീരുമാനിക്കുകയാണ്, ഈ അക്രമികളായ എല്ലാ സൈനികരെയും കൊല ചെയ്യണം. എല്ലാവരെയും കൊല. മുസ്ലിം സമൂഹത്തോട് നേരിടാൻ വേണ്ടി വന്ന സൈനികരായ എല്ലാവരെയും കൊല ചെയ്യുക. അവരുടെ സ്ത്രീകളെയും കുട്ടികളെയും അവരെ ബന്ദികളോ അല്ലെങ്കിൽ അടിമകളോ ആക്കി വെക്കുക. അവരുടെ സ്വത്തും സമ്പത്തും മുഴുവൻ തന്നെ മുസ്ലിം സമൂഹത്തിന് വീതിച്ചു കൊടുക്കുക. ഈ രൂപത്തിലുള്ള വളരെ കഠിനമായ ഒരു തീരുമാനം സഅദ് റളിയല്ലാഹു അൻഹു എടുക്കുന്നു. അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം താങ്കൾ അള്ളാഹുവിന്റെ തീരുമാനമാണ് എടുത്തത് എന്ന് പറഞ്ഞുകൊണ്ട് ഇത്രയും നിർണായകമായ ഒരു ഘട്ടത്തിൽ മുസ്ലിം സമൂഹത്തെ പിറകിൽ നിന്ന് കുത്തിയ ഈ ശത്രു സമൂഹത്തെ ഇനി ഇവിടെ വെച്ചേക്കാൻ പാടില്ല എന്നുള്ള ഒരു തീരുമാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അത് അംഗീകരിക്കുന്നു. അങ്ങനെ അതോടുകൂടി മദീനയെ ജൂതന്മാരിൽ നിന്ന് മുക്തമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിത്തീരുന്നു. ഇതാണ് ഈ ഇസ്ലാമിന്റെ തുടക്കകാലങ്ങളിൽ വർഷങ്ങളോളം മുസ്ലിം സമൂഹത്തെ ദ്രോഹിക്കുകയും ഇസ്ലാമിന്റെ തളർച്ചയ്ക്ക് കാരണമായി തീരുകയും മുസ്ലിം സമൂഹത്തിന് എല്ലാ തരത്തിലുള്ള പ്രയാസങ്ങളും സൃഷ്ടിക്കുകയും ചെയ്ത ഈ സമൂഹത്തെ ഒന്നുകിൽ മദീനയിൽ നിന്ന് പുറത്താക്കുകയോ അല്ലെങ്കിൽ അവരുടെ അന്ത്യം വരുത്തുകയോ ചെയ്യുന്ന ഒരു നിലപാട് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിക്കാൻ നിർബന്ധിതമായി തീരുന്നത് ഈ സാഹചര്യത്തിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ ഈ ജൂതന്മാരെ കഴിച്ചാൽ മുശ്രിക്കുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ ആക്രമണത്തിന്റെ അവസാനം അത് വേറെ ഒരു അധ്യായമാണ്, അത് നമുക്ക് വേറെ പ്രതിപാദിക്കാം.
അതുപോലെ തന്നെ കപടവിശ്വാസികൾ വേറെ ഒരു അധ്യായമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം വേറെയും പ്രതിപാദിക്കാം. ജൂതന്മാർ എന്ന് പറയുന്ന ഈ സമൂഹം ഇസ്ലാമിന് വരുത്തിയ വിനകളും അതുപോലെ തന്നെ ഇസ്ലാമിന്റെ മാർഗത്തിൽ സൃഷ്ടിച്ച തടസ്സങ്ങളുമൊക്കെ ഈ രൂപത്തിൽ പരിഹരിക്കപ്പെട്ടുകൊണ്ട് ആ മാർഗം ഇസ്ലാമിന്റെ മുന്നിൽ തുറന്നു വരുന്നതാണ് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിനെ ശരിയായ രീതിയിൽ മനസ്സിലാക്കാനും അതിന്റെ മാർഗദർശനവും അതിന്റെ ഉപദേശങ്ങളും ജീവിതത്തിൽ പാലിക്കാനും നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.